ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ വർഷങ്ങളോളം നല്ല ഭംഗിയോടെ നിലനിൽക്കുന്ന കുറച്ച് പ്ലാന്റ്സിനെ കുറിച്ചാട്ടോ വീഡിയോ. അപ്പോൾ ദീർഘകാലം നമുക്ക് നശിച്ചു പോകാതെ നിലനിൽക്കുന്ന ഇലച്ചെടികളാണ്. ഒരു 7 ഇലച്ചെടികളെ കുറിച്ചാണ് ഞാൻ കാണിക്കുന്നത്. ഒരുപാട് ഇലച്ചെടികളുണ്ട്. നമുക്ക് ഒരു 10 വർഷമോ 20 വർഷമോ അല്ലെങ്കിൽ 30 വർഷമൊക്കെ നമുക്ക് നശിച്ചു പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ നിലനിൽക്കുന്ന ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ചെടികളെ കാണിക്കുമ്പോൾ നമ്മൾ വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂടും. അതുകൊണ്ട് ഞാനൊരു 7 പ്ലാന്റ്സിനാണ് കാണിക്കുന്നത്. 7 നല്ല പ്ലാന്റ്സാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് കോട്ട് വൈൻ പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ പണ്ടുകാലം മുതലേ കണ്ടുവരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പുതിയ പുതിയ വെറൈറ്റികളുണ്ട്. അതായത് നല്ല ഹൈബ്രിഡ് ഇനത്തിലുള്ള കുള്ള സൈസിലൊക്കെ ഉള്ള കോട്ട് വൈൻ പ്ലാന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പർപ്പിൾ കളറും നല്ലൊരു കോഫി കളറായിട്ടുള്ള നല്ല ഭംഗിയാർന്നിട്ടുള്ള ഒരു കോട്ട് വൈൻ പ്ലാന്റ് ആണ്. അടുത്തത് ഞാൻ കാണിക്കുന്നത് ഇതും കോട്ട് വൈൻ പ്ലാന്റിൻ്റെ ചോക്ലേറ്റ് ക്യൂൺ എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. നമുക്ക് ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതിൻ്റെ ആദ്യം കാണിച്ചിട്ട് സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെയാണ് കേട്ടോ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ചെടികളൊക്കെ നമുക്ക് പിന്നെ ഇലകളൊന്നും പെട്ടെന്ന് നശിച്ചു പോകില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും വിചാരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ചെടിയാണെന്നൊക്കെ വിചാരിക്കും കേട്ടോ. കൈയോട് തൊട്ട് നോക്കുമ്പോഴാണ് ഇത് ഒറിജിനൽ ചെടിയാണെന്ന് മനസ്സിലാവും. അത്രയ്ക്കും ഭംഗിയാണ് ഈ ചെടിയൊക്കെ കാണാൻ. പെട്ടെന്നൊന്നും നശിച്ചു പോകാതെ നമ്മുടെ ഇതന്നെ ഇപ്പോൾ ഒരു 5 വർഷത്തോളമായിട്ടോ എൻ്റെ കയ്യിൽ ഇതുവരെ ഈ ചെടി ഒന്നും പോയിട്ടില്ല. നമ്മൾ വെട്ടിക്കൊടുക്കാം, നമുക്ക് സ്റ്റെമ്മ് കട്ടിങ് ചെയ്തിട്ട് പുതിയ ചട്ടിയിലേക്കൊക്കെ മാറ്റി കൊടുക്കുമ്പോൾ ഒരുപാട് തൈകളായി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് പരിചരിക്കാം. ഇനിയിപ്പോൾ പരിചരിച്ചില്ലെങ്കിലും നല്ല പരിചരണം കൊടുത്തിട്ടില്ലെങ്കിലും നന്നായിട്ട് വളർന്ന പ്ലാന്റാണ് ഈ ഒരു കോട്ട് വൈൻ പ്ലാന്റ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നിലനിൽക്കുന്ന, അതായത് നമ്മളെ വീട്ടിൽ നിന്ന് നശിച്ചു പോകാതെ നിലനിൽക്കുന്ന നല്ലൊരു ചെടിയാണ് ഈ ഒരു കോട്ട് വൈൻ പ്ലാന്റ്. രണ്ടാമത്തത് ഞാൻ കാണിക്കുന്നത് ബ്ലഡ് ലീഫ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതും നമുക്ക് നല്ല ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. ഒരുപാട് പരിചരണം വേണ്ട. അതുപോലെ തന്നെ നമ്മൾ ഇത് ഒരുപാട് കാലം നിലനിൽക്കുന്ന പ്ലാന്റാണ് കേട്ടോ. ഒരു തൈയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചട്ടിയിലൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകാത്ത പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ പറമ്പിലൊക്കെ നട്ടു കൊടുത്താൽ അവിടെ ഫുള്ളായിട്ട് ഇത് മുളയ്ക്കിട്ടോ. നമ്മൾ അങ്ങനെ മുളയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു. ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് കുറച്ച് വെയിൽ കിട്ടണം കേട്ടോ. കുറച്ച് വെയിൽ കിട്ടിയാലേ ഇതിൻ്റെ ആ ഒരു റെഡിഷ് കളറൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ പറമ്പിൽ എൻ്റെ തണലത്തുള്ള സ്ഥലത്ത് നമുക്ക് ശരിക്കും ഒരു ചീരല്ലേ, ഒരു കാപ്പി കളറുള്ള ചീരൻ്റെ പോലെ ഇലകളൊക്കെ ആയിട്ട് അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കുള്ള ബ്ലഡ് ലീഫ് പ്ലാന്റ്. അപ്പോൾ ഇത് നമുക്ക് നല്ല എന്താ പറയുക, കണ്ടാൽ തന്നെ നമുക്കറിയാം റെഡ് കളറല്ല, ബ്ലഡിൻ്റെ കളർ തന്നെ. അപ്പോൾ നല്ല രീതിയിൽ ഒരുപാട് കാലം ഇത് നിലനിൽക്കും കേട്ടോ. പെട്ടെന്നൊന്നും നശിച്ചു പോകാത്ത ചെടിയാണ്. ചെറിയൊരു സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തത് സഫ്ലോറ പ്ലാന്റ്സ് ആണ് കേട്ടോ. സഫ്ലോറ പ്ലാന്റ്സ് നമുക്ക് ഇതും തൊട്ട് നോക്കുമ്പോൾ നമ്മൾ ഒറിജിനാലിറ്റി അറിയണമെങ്കിൽ നമ്മൾ തൊട്ട് നോക്കണം. കാരണം ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടി പോലെ തോന്നും. നല്ല ഭംഗിയായിട്ട് നല്ല ഗ്രീനും യെല്ലോയും നല്ലൊരു കോമ്പിനേഷനാണ്. ചെറിയൊരു വെളിച്ചം കിട്ടിയാൽ ഇതിൻ്റെ ഗ്രീനൊക്കെ മാറിയിട്ട് യെല്ലോ കളറാവുള്ളൂ. ഇത് നമുക്ക് ഒരുപാട് കാലം നിലനിൽക്കുന്ന ചെടിയാണ്. പെട്ടെന്നൊന്നും നശിച്ചു പോകാത്ത നല്ലൊരു ഇലച്ചെടിയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ചെടികളുണ്ടല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇലച്ചെടികളുണ്ട്, ഒരുപാട് വർഷങ്ങളോളം നിൽക്കുന്നത്. പക്ഷെ അതിലൊക്കെ നല്ല ഭംഗിയാർന്നിട്ടുള്ള ചെടിയും കൂടിയാണെങ്കിൽ നമ്മുടെ ഗാർഡനിൽ ഒരുപാട് കാലം നമുക്ക് ഈ ചെടി തന്നെ ഒരു 2, 3, 10 ചട്ടിയിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ കളർഫുൾ ആക്കാൻ നമുക്ക് ഈ ഒരു സഫ്ലോറ പ്ലാന്റ്സ് തന്നെ മതി. അതും നമുക്ക് ഒരു 10, 25, 30, 40 വർഷത്തോളം നമ്മൾ ചെറിയൊരു പരിചരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ നല്ല വെയിലത്തൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ചെടി കേടായി പോകട്ടോ. അടുത്തത് 4മത്തത് കാരിക്കേച്ചർ പ്ലാന്റ് ആണ് കേട്ടോ. കാരിക്കേച്ചർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു യെല്ലോയും ഗ്രീനും ഉണ്ട്, അതിൻ്റെ കയ്യിലില്ല. പിന്നെ ഈ ഒരു കളറിലുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വെച്ചിട്ട് നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ. ഇത് കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കണം. ഇങ്ങനെയുള്ള ചെടികളൊക്കെ കുറച്ച് വെളിച്ചം കിട്ടിയാലേ ഈ ലീഫിൻ്റെ കളർ ചേഞ്ചിങ് ഒക്കെ വരുള്ളൂ. അപ്പോൾ ലീഫിൻ്റെ വെളിച്ചം കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ലീഫിലെ ഈ ഒരു കളറ് കിട്ടുള്ളൂ കേട്ടോ. ഒരു പിങ്ക് കളർ കിട്ടണമെങ്കിൽ ഒരു 2, 3 കളർ കൂടിയൊരു കളറാണ് കേട്ടോ. പിങ്ക് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കളർ കിട്ടണമെങ്കിൽ നമുക്ക് ഇത് വെക്കണം. ഈ ചെടിയും നമുക്ക് ഒരു കമ്പൊക്കെ നട്ട് നമ്മുടെ വീട്ടിൽ നിങ്ങൾ വെച്ച് നോക്കി, നിങ്ങളെ വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നശിച്ചു പോകാതെ നമുക്ക് കിട്ടുന്ന നല്ലൊരു ഇലച്ചെടിയാണ്. ഇത് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ നല്ലൊരു ലീഫ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്
നമുക്കൊരു സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെയാണ് ഇപ്പോൾ കാണിച്ച എല്ലാ ചെടികളും നമ്മൾ വെച്ച് പിടിപ്പിക്കേണ്ടത്. വെച്ച് പിടിപ്പിച്ച് നമ്മളൊരു തണലത്ത് വെച്ച് കൊടുത്തുള്ള വേഗത്തിൽ വേര് പിടിക്കുകയും ചെയ്യും. പിന്നീട് നമുക്ക് നല്ലൊരു ചട്ടിയിലൊക്കെ ആക്കിയിട്ട് നല്ലൊരു പോട്ടി മിക്സിലൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പരിചരണം ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ എല്ലാ ചെടിയും നനയ്ക്കുന്ന സമയത്ത് കുറച്ചൊന്ന് നനച്ചു കൊടുക്കുക, എപ്പോഴെങ്കിലും ഒന്ന് വളമിട്ട് കൊടുത്താൽ മതി. എങ്കിലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് കാലം നിലനിൽക്കുന്ന ചെടിയാണ് കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി. ഞാൻ അപ്പോൾ കാണിച്ച ചെടികളൊക്കെ നിങ്ങൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം കിട്ടും. അടുത്തത് നമ്മുടെ ചൈനീസ് കോർട്ടോൺ പ്ലാന്റ് ആണ്. ഈ ചെടിയെക്കുറിച്ച് പിന്നെ പറയണ്ട. നമുക്ക് ഈ ചെടി ഒരു ചട്ടിയിലുണ്ടെങ്കിൽ പിന്നെ ഇല്ലാതായാലും ഈ ചെടി അവിടെ ഉണ്ടാവും കേട്ടോ. നല്ല രീതിയിൽ ഇതിന് ആവശ്യത്തിന് വെള്ളം വേണം, അതാണ് ഇതിൻ്റെ പ്രത്യേകം. നല്ല രീതിയിൽ വെള്ളവും വേണം, നല്ല വെയിലും വേണം കേട്ടോ. ഇപ്പോൾ വെയിൽ കുറഞ്ഞ സ്ഥലത്തായതുകൊണ്ടാണ് ഇതിൻ്റെ ലീഫിനൊക്കെ ആ ഒരു റെഡിഷ് കളർ വരാത്തത്. നല്ല കുറച്ച് വെയിലത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇതിൻ്റെ ബാക്കിലുള്ള കളറും കൂടി മുകൾ വശത്തേക്ക് വന്നിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് പെട്ടെന്നൊന്നും നശിച്ചു പോകാത്ത ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റെമ്മ് അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചില സമയത്ത് ഒരു സ്റ്റെമ്മൊന്ന് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിടിക്കില്ല. ഒരു 2-3 പ്രാവശ്യം നമ്മൾ നട്ട് കൊടുക്കുമ്പോഴേക്കും വേര് പിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. പിടിച്ച് കിട്ടിയാലോ നല്ലൊരു ചെടിയാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് ഇതിപ്പം പിന്നെ ഒരു എന്താ പറയുക സൺഷെയ്ഡിൻ്റെ അടിയിലായതുകൊണ്ടാണ് കുറച്ച്. ഇനിയിപ്പോൾ നല്ല വെയിൽ വരുന്ന സമയത്ത് ഇനിയിപ്പോൾ വെയിൽ വരാൻ പോകല്ല, വെയിലത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ മഴക്കാലത്ത് സൺഷെയ്ഡിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചുകൊണ്ടാണ് ഇതിന് ഇത്രത്തോളം കളറിങ് കുറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു ചെടി നമുക്ക് പെട്ടെന്നൊന്നും നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകാത്ത നല്ലൊരു ചെടിയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു എന്താണ് ചൈനീസ് കോർട്ടോൺ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ഇലച്ചെടിയാണ്. അപ്പോൾ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു ബിഗ് ലീഫ് അരേലിയ പ്ലാന്റ്സ് അല്ലേ, നമ്മുടെ ഷീൽഡ് അരേലിയ എന്ന് പറയുന്നിട്ടുള്ള ആ ഒരു ചെടിയെക്കുറിച്ചാണ് അടുത്തത്. അതും നമുക്ക് എന്താണ് പെട്ടെന്ന് നശിച്ചു പോകാത്ത ഒരുപാട് കാലം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-50 വർഷത്തോളമൊക്കെ നമ്മൾ ചട്ടിയിലോ മണ്ണിലോ നട്ട് കൊടുത്തിന്. ഇപ്പോൾ മുറ്റത്ത് നട്ടതാണെങ്കിലോ അല്ലെങ്കിൽ മണ്ണിൽ നട്ടാലും ചട്ടിയിൽ നട്ടാലൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ് നമ്മളുടെ ഈ ഒരു ഷീൽഡ് അരേലിയ പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് വെളിച്ചം കിട്ടണം, കുറച്ച് വെയിൽ തട്ടിയാലേ ഉള്ളൂ ഇതിൻ്റെ ഒരു പിന്നെ ഗ്രീൻ കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളറിലേക്ക് ആവുള്ളൂ. ഇത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ആണ് ഇതിൻ്റെ ഒറിജിനൽ മനസ്സിലാക്കുക. കാരണം ഇത് നമ്മൾ ശരിക്കും പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടി പോലെയൊക്കെ തോന്നും. പക്ഷെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ വേലി കെട്ടാനൊക്കെ ഉപയോഗിച്ചിരുന്ന ചെടിയാണെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മാറിയിരിക്കുന്നു. കാരണം ഇത് നമ്മൾ വേലി കെട്ടാകുമ്പോൾ തണലത്തൊക്കെ ആയിരിക്കും അന്നൊക്കെ. പക്ഷെ ഇത് കുറച്ച് വെളിച്ചം കിട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആ ഒരു ഗ്രീന് മാറിയിട്ട് ആ ഒരു വൈറ്റ് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ, അതായത് നമ്മുടെ പിന്നെ സിറ്റ് ഔട്ടിൽ, അതായത് നമ്മുടെ വീടിൻ്റെ മുൻവശത്തൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഇതും ഒരുപാട് കാലം നിലനിൽക്കും. ആരെങ്കിലും കയ്യിൽ ഈ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. കാരണം നമുക്കൊരു 10-30 വർഷത്തോളം അല്ലെങ്കിൽ എത്രയും വർഷത്തോളം നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാടാതെ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിലനിൽക്കുന്ന ഒരു ഇലച്ചെടിയാണ് ഈ ഒരു അരേലിയ പ്ലാന്റ്സ് കേട്ടോ. അടുത്തത് നമ്മുടെ എല്ലാവർക്കും നിത്യഹരിത ചെടി എന്നൊക്കെ പറയില്ലേ, സ്റ്റാർ എന്നൊക്കെ പറയുന്ന നമ്മുടെ കോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ. കോട്ടൺ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം 100 വർഷത്തോളമൊക്കെ അല്ലെങ്കിൽ 50-70 വർഷത്തോളമൊക്കെ നല്ല രീതിയിൽ നിലനിൽക്കുന്ന ഒരു പ്ലാന്റാണ് കോട്ടൺ പ്ലാന്റ്. കോട്ടൺ പ്ലാന്റ് തന്നെ 500-ലധികം വെറൈറ്റികൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ചെടി നമുക്ക് നല്ല രീതിയിൽ, അതായത് എത്ര കാലം വേണമെങ്കിലും ഇപ്പോൾ മണ്ണിൽ നട്ടു കൊടുത്താലും നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട, ഒരു വളവും വെള്ളവും ഒന്നും കൊടുത്തില്ലെങ്കിൽ മണ്ണിൽ നട്ടു കൊടുത്ത ചെടി എത്രയും കാലം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഈ ചെടി അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. അതാണ് ഈ കോർട്ടോൺ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എത്ര കാലം വേണമെങ്കിലും നന്നായിട്ട് നിലനിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് പണ്ട് കാലത്ത് നമ്മൾ കളർ ചെടി എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ്. കാരണം ഇത് മാസത്തിനനുസരിച്ച് ഇങ്ങനെ വെയിൽ തട്ടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഇലകൾക്ക് അങ്ങനെ നിറമാറ്റം വരുന്നുണ്ട് അല്ലേ. നിറമാറ്റം വരുന്നത് കൊണ്ട് നമ്മൾ പണ്ടൊക്കെ അങ്ങനെ പറയുന്നത്. ഇപ്പോഴാണ് ഇതിൻ്റെ പുതിയ പേര് കോർട്ടൺ എന്നൊക്കെ കിട്ടിയത്. അപ്പോൾ ഈ കോട്ടൺ പ്ലാന്റിൻ്റെ നല്ല മിനിയേച്ചർ ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. മിനിയേച്ചർ ടൈപ്പൊക്കെ ഒരു ലീഫിൽ തന്നെ 4-5 കളറൊക്കെ വരുന്ന, അത് എൻ്റെ കയ്യിലില്ല. അങ്ങനത്തെ ടൈപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ചെടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും നോക്കണ്ട. കാരണം ഇത്രയും കാലം ചില വീട്ടിലൊക്കെ നമ്മൾ പണ്ടത്തെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ഇപ്പോഴും ആ വീട്ടിൽ ഇതേ ചെടി ഉണ്ടാവും കേട്ടോ. കുറച്ച് ഒരു പണ്ടുള്ള തറവാട് വീട്ടിലൊക്കെ ഈ ഒരു ചെടി കാണാം. കാരണം അത് അവരന്ന് കുഴിച്ചിട്ട് നട്ടതാണ്. പക്ഷെ അത് എപ്പോഴും ആ ചെടി ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഒരു കാലത്തും പോവാത്തല്ലെങ്കിൽ നമ്മൾ തീരെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു കോട്ടൺ പ്ലാന്റ് കേട്ടോ. അതുപോലെ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഒത്തിരി പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇലച്ചെടികൾ, നമുക്ക് നശിച്ചു പോകാത്ത ഒരുപാട് ഇലച്ചെടികളുണ്ട്.
ഇലച്ചെടികൾ ഒന്നാണ് നമുക്ക് നശിച്ചു പോകാത്തത്, നമ്മുടെ പിന്നെ ഇത് എന്താ പറയുക ഉജീനിയം പ്ലാന്റ്സ്. പിന്നെ ഞാനതെല്ലാം കാണിക്കുന്നില്ല. രണ്ടാമത്തെ നമ്മുടെ പിന്നെ അരേലിയ പ്ലാന്റ്സൊക്കെ പിന്നെ മഴവെള്ളമൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇതാകും. പിന്നെ അതുപോലെയുള്ള ഒരുപാട് ഇലച്ചെടികളുണ്ട് കേട്ടോ. ഒരുപാട് ഇലച്ചെടികളൊക്കെ നമുക്ക് ഇലച്ചെടികൾക്ക് ഒരു പ്രത്യേകത എന്താണ്, ഇലച്ചെടികളുടെ പ്രത്യേകത നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രൂണിങ് ചെയ്തിട്ട് ഒന്ന് നല്ല ഷേപ്പാക്കി കൊടുത്താൽ മാത്രം മതി. വെള്ളവും ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവുന്നൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക, നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഇലച്ചെടികളുണ്ട്. അപ്പോൾ ഇലച്ചെടികളൊക്കെ നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ട്, അതായത് മുറ്റത്ത് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യണം. ലൈക്ക് കുറവാണ് കിട്ടുന്നത്, അപ്പോൾ ലൈക്ക് നിങ്ങൾ എന്തായാലും ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ, കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്താൽ ഞാൻ ദിവസം ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ സമയം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ 5 മണിക്കാണ് വീഡിയോ ഇടുന്നത്, ഇപ്പം ഞാൻ 6 മണിക്കാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ സമയത്തിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.